അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹയ്യാക്കുമുല്ലാഹി വബയ്യാക്കും മർഹബൻ ബിക്കും. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് മുനവർ ഫൈറൂസ്. പലർക്കും അറിയുണ്ടാവും, നമ്മൾ തമ്മിലുള്ള റിലേഷൻ അത്ര അകന്ന റിലേഷനല്ല, സ്വന്തം കാക്കയാണ്. മാഷാ അല്ലാഹ് ഖുവത്തല്ല. അപ്പോൾ ഡോക്ടർ മുനവർ ഫൈറൂസ് ഇപ്പോൾ അടുത്ത ആയിട്ട് എന്താ പറയുക PhD ഡോക്ടറേറ്റ് കിട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു PhD ചെയ്തിരുന്നത്. PG യും MPhilലും PhD ഒക്കെ അവിടെ തന്നെയാണ്. 2 വർഷം PG, 1 വർഷം MPhil, പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ 5 വർഷം അല്ലേ? 5 വർഷം എടുത്തില്ലേ? 5 വർഷത്തോളം എടുത്തു അൽഹംദുലില്ലാ. ഇപ്പോൾ ഡോക്ടർ എന്ന് ഇപ്പം നിങ്ങളെ പേരിലൊക്കെ ഡോക്ടർ എന്ന് കൊടുത്തല്ലോ. കൊടുത്തു. അപ്പോൾ ഡോക്ടർ നമുക്ക് അങ്ങനെ പേര് കൊടുക്കണേൽ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ എന്താ ഇപ്പോൾ ഡോക്ടർ എന്നൊക്കെ പേര് കൊടുക്കണേ, അതൊരു പേരിലൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ആക്കണോന്നുള്ള ചിന്ത ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ വെക്കണീൻ്റെ ഒരു 1-2 എന്താ പറയുക ഹൈറുകൾ പറഞ്ഞിരുന്നല്ലോ ആ പേര് വെക്കണീൻ്റെ. ഹൈർ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒഫീഷ്യലായിട്ട് സംഭവം ഡിക്ലെയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യലായി തന്നെ നമുക്ക് പേര് വെക്കാം. ശരിക്കും പേര് വെക്കണം ശരിക്കല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഇത് കിട്ടിയണമെങ്കിൽ നമ്മൾ വെക്കണം ശരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആളുകൾക്ക് എല്ലാത്തിനും യോഗ്യത പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് അറബ് കൺട്രീസിലൊക്കെ, സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ദായിമാരാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, പ്രത്യേക ലൈസൻസ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് വേണം, സർട്ടിഫൈഡ് ആവണം. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളിപ്പോൾ അറബിയിലാണ് ഡോക്ടറേറ്റ് എടുത്തത്. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അറബി ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീനി ദഅവത്ത് ആണ് നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് എത്തിക്കുക. ഇപ്പോൾ ഖുർആൻ്റെ ആയത്തുകൾ, അതിൻ്റെ വിശദീകരണങ്ങൾ, ഹദീസുകൾ, അതിൻ്റെ വിശദീകരണങ്ങൾ, പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് അറബിയിലൊരു ബേസും ഇല്ലാത്ത ഒരാൾ ഇത് പറയാമെന്ന് ആൾക്ക് തോന്നരുതല്ലോ. നമ്മൾ ഭയങ്കര ഡീപ്പാണെന്നോ നമ്മൾ എല്ലാവരെക്കാളും അറിവുള്ളവരാണെന്നൊന്നും അല്ല പറഞ്ഞത്. നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്. പക്ഷേ അൽഹംദുലില്ലാ അല്ലാഹുവിൽ നിന്നുള്ളൊരു ഫضലാണോ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്, അല്ലാതെ ഞാൻ സംഭവമാണെന്ന് അറിയിക്കാനല്ല. കാരണം ഡോക്ടറേറ്റ് എടുത്ത ആളുകളെക്കാളും അറിവുള്ള എത്രയോ പണ്ഡിതന്മാരുണ്ട്. ഒരു സ്പെസിഫിക് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചൊക്കെ കാലം അതിന് വേണ്ടി മാറിയിരുന്നു, പഠിച്ചു, എത്രയേ ഉള്ളൂ. അല്ലാതെ കുറേ ബാക്കിയുള്ളവരെക്കാളും അറിവുണ്ടെന്നൊന്നും അല്ല. അപ്പോൾ അതാണ് ഡോക്ടറേറ്റ് അറിയുമ്പോൾ നമ്മൾ ഡോക്ടർ ഒരു എന്താ പറയുക മെഡിക്കൽ രംഗത്തും ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെ PhD എടുത്തു കഴിഞ്ഞാൽ അത് പല വിഷയങ്ങളിലായിരിക്കാം. ഇപ്പോൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് അറബിക്കിലെ ഒരു വിഷയമാണ് എടുത്തിട്ടുള്ളത്. എന്തായിരുന്നു നിങ്ങളുടെ വിഷയം ചോദിക്കാലോ? വിഷയം എന്ന് വെച്ചാൽ നമ്മൾ അത് സെലക്ട് ചെയ്ത വിഷയം ഒരു കാര്യം എന്ന് പറയാണ്. ഞാനിപ്പോൾ MPhilന് എടുത്ത വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറഞ്ഞ കഥകൾ, സ്വഹീഹായ കഥകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. മുഹമ്മദ് ജംഇൽ സൈനു എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ്റെ അൽ ഖസസുൻ നബവി അസ്വഹീഹ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ബേസിൽ എന്ത് ചെയ്തു, നമ്മൾ ഒരു ദിറാസ തഹ്ലീലിയ, ഒരു വിശകലന പഠനം എന്നുള്ളതിലേക്ക് എടുത്തു. അപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ PhDക്കും അതേ ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1-2 പേപ്പറുകൾ എഴുതേണ്ട ആവശ്യമില്ല. ഒന്ന് MPhil ചെയ്ത ആളുകൾക്ക് മൻഹജു ബഹ്സ് അഥവാ റിസർച്ച് മെത്തഡോളജി എന്നുള്ള പേപ്പർ എഴുതണ്ട. അതുപോലെ തന്നെ നമ്മൾ മുമ്പാണോ ഇടയിലൊരു എക്സാം ഉണ്ട്. അപ്പം MPhil ചെയ്ത ആളുകൾക്ക് അത് വേണ്ട. ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ MPhil ചെയ്ത ആളുകൾക്ക് PhD 3 വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മളെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അതേ വിഷയം തന്നെ, അതേ ഏരിയ തന്നെ, അതേ വിഷയമല്ല അതേ ഏരിയ തന്നെ എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആ വിഷയവും പേപ്പർ നമ്മൾ എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അതേ ഏരിയ തന്നെ പിന്നെയും PhDക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്നോട് പലരും പറയാറുണ്ട്, നമ്മൾ ഏതായാലും 5 വർഷം നമ്മൾ എന്ത് ചെയ്യണം, മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ വേണ്ടിയിട്ട് അതിന് വേണ്ടി റെഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇസ്ലാമിക് ആയൊരു വിഷയമാണെങ്കിൽ നമുക്ക് ആ സമയമൊക്കെ എന്താണ് ലാഭമാണ്. നമ്മൾ നിയത്ത് നന്നാക്കി കഴിഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾക്ക് പോലും നമുക്ക് എന്ത് ചെയ്യും, ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതൊരു കായികന പലപ്പോഴും ക്ലാസ്സിൽ കേട്ടിട്ട് നമ്മളെല്ലാവരും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ സംഗതിയാണ് എന്ത് ആദാത്തു അഹ്ലുൽ യഖ്ലത്തി ഇബാദാത്തുല്ല. അതായത് ഉണർവോട് കൂടി ചെയ്യുന്ന ആദത്തുകൾ പോലും എന്ത് ചെയ്യും, ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടും.
നമ്മൾ പല്ല് വെക്കുന്നത്, നമ്മൾ ഉറങ്ങുന്നത്, ഒക്കെ കൂലി കിട്ടും. ഇപ്പൊ കളിക്കണത് പോലെ ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, ആരോഗ്യവും നമ്മളെ ഒന്നും കൂടി ഒരു എങ്ങനെയാന്നുള്ളത് ഒന്നും കൂടി വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ എങ്ങനെ നമുക്ക് പ്രതിഫലം കിട്ടണേ? നബി തന്നെ പറയണ്ടത് ഉസല്ലി വഅർഖുദു എന്ന് പറയുന്നുണ്ട്. ഞാൻ നിസ്കരിക്കും, ഞാൻ ഉറങ്ങും ചെയ്യും. അള്ളാഹ് പറഞ്ഞെന്താ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാന്നാ. കുറച്ച് ഉറങ്ങണതിൽ കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് ഹക്കുണ്ട്. അതിന് നഫ്സിക്ക് ആലയിക്ക ഹക്ക് എന്ന് പറയണ്ടല്ലോ, ഹക്കാന്ന് പറയണ്ടല്ലോ. അപ്പൊ ആ ഹദീസൊക്കെ ആലോചിച്ച് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉന്മേഷത്തോടെ അപ്പൊ അങ്ങനെ കാലം ഉറക്കിന് നമുക്ക് സാധാരണ നമ്മള് പ്രതിഫലം കിട്ടും. സാധാരണ നമ്മള് പല്ല് തേക്കുന്നുണ്ട്. പല്ല് തേക്കുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പല്ല് തേക്കണ്ട. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ചിന്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കുന്നത് വളരെയധികം പുണ്യമാണ് എന്ന് കൽപ്പിച്ച ഒരു സംഗതിയാണല്ലോ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ സമയത്ത് അത് പ്രയാസമില്ല എങ്കിൽ അത് നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ റസൂലുള്ളാഹി അധിക സമയങ്ങളിൽ പല്ല് തേക്കാറുണ്ടായിരുന്നു. സിവാക്ക് എന്ന് പറയുമ്പോൾ മർദാത്തുൽ റബ്ബ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണെന്നും, അതേപോലെ തന്നെ ത്വഹറത്തുൽ ഫം, വായക്ക് ശുദ്ധിയാണെന്ന് റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മനസ്സിലാക്കി പല്ലേക്കും നമുക്ക് പ്രതിഫലം കിട്ടും. അപ്പം നമ്മൾ പറഞ്ഞു വന്നപ്പോൾ എന്തായിരുന്നു, അതായത് നമ്മൾ ഈ PhD ചെയ്യണത് നമുക്ക് എന്താ കൂലി കിട്ടുന്ന ഒരു കാര്യമാക്കി മാറ്റാം. അതിപ്പോൾ ഏത് ഭൗതികമായ കോഴ്സ് ചെയ്യുമ്പോഴും എന്നോട് പല ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ദീനി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി സ്റ്റൈപ്പൻഡ് ആയിരുന്നു മാത്രമല്ല, അതിനു വേണ്ടി നമുക്ക് മാറിയിരിക്കാൻ പറ്റും, പഠനത്തിന്റെ ഭാഗമാണ്, മാത്രമല്ല അത് ഉപകരിക്കും. ഇസ്ലാമിന്റെ ഒരു ഹദീസുകൾ നമ്മൾ ജനങ്ങൾക്കിടെ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സമൂഹത്തിന് ഉപകരിക്കും. ഇപ്പൊ ഞാൻ അൽ ഖസസുൻ നബവി ദുറൂസുൻ വ ഇബർ എന്ന് പറയുന്ന ഖത്തറിലെ പണ്ഡിതനായ സഈദ് ബിൻ മുസ്തഫ ദിയാബ്, അദ്ദേഹത്തിന്റെ പ്രസംഗം പിന്നീട് അദ്ദേഹം തന്നെ എന്ത് ചെയ്താണ്, പുസ്തകമാക്കി മാറ്റിയാണ്. അപ്പൊ ജീവിച്ചിരിപ്പുള്ള ആളാണ്. ഞാൻ അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയ ആലിമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓരോ കഥകൾ ഇങ്ങനെ വിശദീകരിക്കണത്, നബി പറഞ്ഞ കഥകളാണോ നബിനെ കുറിച്ചിട്ടുള്ള? അല്ല, നബി പറഞ്ഞ കഥകൾ. ഈ അൽ ഖസസ് എന്ന് പറഞ്ഞ ശരിക്ക് കഥ പറച്ചിൽ, സ്റ്റോറി നരേഷൻ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആധുനിക കാലത്തെ കഥകൾ എന്ന് പറഞ്ഞാൽ പല കഥകളും തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന കഥകളായിരിക്കും, ഭീകരവാദത്തിലേക്ക് നയിക്കുന്ന കഥകളായിരിക്കും. പല കഥകളും വായിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ വലിയ എന്താ പറയുക, തെറ്റിലേക്കുള്ള പ്രവണതകൾ കൂടും. ചിലത് വെറും കഥകളായിരിക്കും, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, ചിരിക്കാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ട കഥകളായിരിക്കും. പലരെയും പരിഹസിക്കുന്ന കഥകളുണ്ടാവും, വളരെ വൃത്തികേടുകൾ പറയുന്ന കഥകളുണ്ടാവും, കഥയില്ലാത്ത കഥകൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞാൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണെന്ത് കഥകൾ പറഞ്ഞിട്ടുള്ളത്. അത് സംഭവങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. ഇത് ഇങ്ങനെ പറയുമ്പോൾ ഇതെങ്ങനെ ഹദീസുകളുടെ വന്നതായിരിക്കും? ഇതിൽ മുഴുവനും ഹദീസുകളിൽ വന്നതാണ്. ഈ ഹദീസുകളിൽ വന്ന കഥകളെ ചില ആളുകൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്യും, ഓരോ ഭാഗമൊക്കെ കൂട്ടിയൊക്കെ ചെയ്യലുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഹദീസ് ആദ്യം ഉദ്ധരിക്കും, ഹദീസിന്റെ നെസ് എന്ത് ചെയ്യും അവിടെ മേലെ ഉദ്ധരിക്കും. ഉദ്ധരിച്ചിട്ട് പിന്നെ ഗരീബായ പദങ്ങൾ നമുക്ക് എന്ത് ചെയ്യും വിശദീകരിച്ചു. ഗരീബായ പദങ്ങൾ എന്ന് പറഞ്ഞാല് തീരെ അറബി അറിയാത്തവരെ സംബന്ധിച്ച് എല്ലാം ഗരീബാണ്. നന്നായിട്ട് അറിവുള്ള ഒരാളെ സംബന്ധിച്ച് ഒറ്റ ഗരീബായ പദങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും പൊതുവെ നമുക്കൊന്നും മനസ്സിലാകാത്ത, പൊതുവെ ആളുകൾക്കൊന്നും അങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത പദങ്ങൾ എന്ത് ചെയ്യും അറബിയിൽ തന്നെ അതിന്റെ മാന എന്ത് ചെയ്യും എഴുതിയിട്ട് വന്ന് വിശദീകരിക്കും. പിന്നീട് അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോ ഹദീസിൽ നിന്നും ഫായിദകൾ ഇങ്ങനെ കൊണ്ടല്ലാണ്. ഈ ഹദീസിൽ ഇന്ന കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്, അങ്ങനെ എന്ത് ചെയ്യും. ഇതൊക്കെ പലതും നമ്മൾ കേട്ട കഥകളായിരിക്കും. ചില കഥകളൊക്കെ 1-2 വരികളേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരാളിങ്ങനെ നടന്നു പോവാണ്, അപ്പൊ അയാൾക്ക് ഇങ്ങനെ എന്താ അഹങ്കാരം തോന്നി, വസ്ത്രത്തിനും മറ്റൊക്കെ അയാൾ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു, അങ്ങനത്തെ കഥകളുണ്ട്. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിലൊരു മുള്ള് കണ്ടു, ഒരു മാലിന്യം കണ്ടു, അതെടുത്ത് മാറ്റി മുസ്ലിങ്ങൾ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ജനങ്ങൾ പോകുന്ന വഴിയിലുള്ള ഉപദ്രവം വേണ്ട തീരുമാനിച്ചാൽ ഒഴിവാക്കി, അപ്പൊ അയാൾ അള്ളാഹു സ്വർഗത്ത് പ്രവേശിച്ചു. ആ രൂപത്തിലുള്ള കഥകളുണ്ട്. ഒരു പൂച്ചയെ കെട്ടിയിട്ടു, പൂച്ചയെ തിന്നാൻ അനുവദിച്ചില്ല, ആ പൂച്ചക്ക് ഭക്ഷണം നൽകിയില്ല, ആ സ്ത്രീ നരകത്ത് പോയി, നായക്ക് വെള്ളം കൊടുത്ത വ്യക്തിന്റെ കഥ നമുക്കറിയണം. അത്രേ ഉള്ളൂ. അപ്പൊ കൊറേ എന്താ പറയാ പൊടിപ്പും തന്നലും വെച്ചിട്ടുള്ള സംഗതിയല്ല. കൊറേ ആളെ പേരിന്നതാണ്, ഇന്ന വ്യക്തിയാണ്, അങ്ങനൊന്നുമില്ല. നമ്പർ ഇട്ടിട്ടാണ് കഥകൾ കൊടുത്തിട്ടുള്ളത്. ആ നമ്പർ 54ഓളം കഥകളുണ്ട് അതിലുണ്ട്. നമ്പർ അതിലുണ്ടോന്ന് എനിക്ക് ശരിക്കാണ്ട് ചോദിച്ചാല് ഏകദേശം എത്ര കഥകളുണ്ട്? ഞാൻ നമ്പർ ഇട്ട് വെച്ചിരുന്നു.
ഓരോന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് അൽഹംദുലില്ലാ ഒരു കഥൻ്റെത് വിശദീകരണം വായിച്ചല്ലോ, അങ്ങനെ സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു. നമ്മൾ ഓരോ അതായത് മുഴുവൻ വായിച്ചിട്ട് നമ്മൾ എഴുത്ത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നടക്കൂല. നമ്മൾ ഓരോ ബാബുകൾ തിരിച്ചു. നമ്മൾ സിനോപ്സിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഓരോ അധ്യായങ്ങൾ എന്ത് ചെയ്യും, ഈ ബാബ് ഫസൽ എന്നൊക്കെ പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ചില ആൾക്കാർ ഫസൽ വലുതും ബാബ് ചെറുതായിരിക്കും, ചിലത് കിതാബ് എന്ന് പറഞ്ഞിട്ടായിരിക്കും, പിന്നെ ബാബ് അതിൻ്റെ അടിയിലായിരിക്കും. അതിപ്പോൾ ഓരോ റിസർച്ചിൻ്റെ രീതിയാണ്. അപ്പോൾ നമ്മൾ ഏതാണോ ഫോളോ ചെയ്യണത് അത് മുഴുവൻ ഫോളോ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ ബാബ് എന്ന് കൊടുക്കുക, രണ്ടാമത്തെ കിതാബ് എന്ന് കൊടുക്കുക, അത് പറ്റൂല. നമുക്ക് സ്കാലോട് നോക്കണേ, നമുക്ക് ഇവിടുത്തെ പള്ളി ഉണ്ടാക്കിയാലോ, മറ്റേ തിരുരങ്ങാടി എത്തുമല്ലോ അവിടെ. നല്ല ബ്ലോക്കിൽ വിട്ടാൽ നമ്മള് അല്ല, നമുക്ക് ചെമ്മാട് പള്ളി നോക്കണോ? ചെമ്മാട് പള്ളി നോക്കല്ലേ, നമുക്ക് മറ്റേ പർദ്ദ അടിക്കാൻ കൊടുക്കാണ്ട്. അപ്പോ നിങ്ങൾ പറഞ്ഞെന്തായിരുന്നു? അപ്പൊ ഇതാണ് ഒരു കിതാബിന്റെ ശൈലിയിലാ. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് സജസ്റ്റ് ചെയ്തത് ഈ കിതാബ്? ഈ കിതാബ് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല്, ഞാൻ എംഫിലിന് ചെയ്ത പുസ്തകം ഉണ്ടല്ലോ, അത് പറഞ്ഞല്ലോ മുഹമ്മദ് ജമീൽ സൈനു എന്ന് പറഞ്ഞ പണ്ഡിതൻ്റെതാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കട്ടിയും കനുള്ള ഒരു പുസ്തകം ഞാൻ പിന്നെ ഇത് സെർച്ച് ചെയ്തു. അങ്ങനെ 2018 രചിക്കപ്പെട്ടതാണത്, ക്രോഡീകരിക്കപ്പെട്ടാണെന്ത് ഈ പുസ്തകം. ഷബക്ക ആലൂക്ക എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ഈ പുസ്തകം. ആദ്യം കൊടുക്കാം. നമുക്ക് നടന്നെടുത്തിട്ട് കാണുന്നത് സ്കെച്ച് എന്ന് പോരാ. ഇവിടെ തന്നെ പള്ളി ഉണ്ടല്ലോ, പരിചയക്കാരാണ്. അപ്പോ ഷബക്കാലൂക്ക എന്നാണ് കിട്ടിയ. പക്ഷെ ഷബക്കാലൂക്ക നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ സൈറ്റാണ്, സന്ദർഭമായിട്ട് സൂചിപ്പിക്കാണ്. ഷബക്കാലൂക്ക എന്ന് പറഞ്ഞാൽ മക്തബ ആലൂക്ക ഉണ്ട്, അതിലൊരുപാട് ലൈബ്രറി പുസ്തകങ്ങളുണ്ട്, ഖുതുബ നോട്ടുകളുണ്ട്, പിന്നെ ഓഡിയോ ലൈബ്രറികളുണ്ട്. അപ്പോൾ അതിനാണ് എനിക്ക് സാധനം കിട്ടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിസർച്ചുകൾ മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് ഒരുപാടുണ്ട്. അത് അത്രയുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തൊരു വിഷയം എടുക്കാൻ പാടില്ലല്ലോ, അത് റിസർച്ചിന്റെ ശരിയല്ല. കാരണം വേറെ എടുത്ത് നമ്മളെടുത്തിട്ട് പിന്നെ നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സ്പെസിഫിക് ആക്കണം. എത്രത്തോളം ഹെഡിങ്ങിന്റെ വലിപ്പം കൂട്ടാൻ പറ്റുമോ, എത്രത്തോളം സ്പെസിഫിക് ആക്കാൻ പറ്റുമോ, ഇവിടെ റിസർച്ചിന് സ്കോപ്പ് കൂടുകയാണ്. മൊത്തത്തിൽ ഇപ്പൊ ഒരു കഥകൾ എന്ന് പറഞ്ഞു, നബി പറഞ്ഞ കഥകൾ തന്നെ എടുക്കാൻ പറ്റൂല എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ആളെ എടുക്കാം, എടുക്കപ്പെട്ടോണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത് അല്ലേ? നല്ല ഇപ്പൊ പുതിയ സ്റ്റൈൽ പിന്നെ മോഡേൺ ടച്ച് ആണോ, എന്താ പറയാ, അങ്ങനെ ഒരു ഇത് പറയലുണ്ടല്ലോ. അങ്ങനെ പല നമ്മളെ ഗൈഡ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നമുക്കിനി നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മൈക്കില്ലല്ലോ, ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ പറഞ്ഞു തന്നത് വിഷയം സ്പെസിഫിക് ആവണം, സ്പെസിഫിക് ആണ് നല്ലത്, ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങള് ഈ ഖത്തറിലെ ഷേഖിന്റെ കിതാബ് അതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിലെന്താ പെടുത്തത് കറക്റ്റ് പറയുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു? അതില് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ ബുക്കിന്റെ ബേസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ പറച്ചിൽ സ്റ്റൈലിന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട വിഷയം, ദിറാസത്തുൻ തഹ്ലീലിയത്തുൻ അനിൽ ഖസസിൻ നബവി അസ്സഹീഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുസ്തകത്തിന്റെ പേര് ലി സഈദ് ബിൻ മുസ്തഫ ദിയാൻ. അപ്പോൾ അത്ര വലിയൊരു ടൈറ്റിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകളുടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഒന്ന്, അതിൽ ഹക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിലെന്തുണ്ടാവില്ല, ബാത്തിലുണ്ടാവും. അല്ലേ, സത്യസന്ധമായ കഥകളായിരിക്കും, ഒരിക്കലും വ്യർത്ഥം ഉണ്ടാവില്ല. ബാത്തിൽ എന്ന് പറയുമ്പോൾ കളവ് മാത്രമല്ല, ഉപകാരം ഇല്ലാത്ത ഒന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും ഒരു കഥയും എന്തല്ല, നമുക്ക് വെറുതെ ഒരു കഥ അല്ല, കേൾക്കാനുള്ള ഒരു കഥകളല്ല. അത്ര ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നബി പറഞ്ഞ കഥകൾ എന്നുള്ള അർത്ഥത്തിൽ മലയാളത്തില് മാഷാ അല്ലാഹ് ഫദ്ഹ കുംബരി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലുള്ള ചില കഥകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അത് നമ്മൾ വായിക്കണം, കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പല കഥകളും പറഞ്ഞു കൊടുക്കും, പല സമയത്തും
ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കഥ കൊടുക്കും, കഥ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത്തരം കഥകൾ ഇഷ്ടംപോലെ കഥകളുണ്ടല്ലോ. ഉള്ള കഥകൾ തന്നെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം, ഇപ്പൊ നായക്ക് വെള്ളം കൊടുത്തു എന്നുള്ള ഒരു വിഷയം. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുകയാണ്, വ്യത്യസ്ത രൂപത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് വല്ലാതെ ദാഹം തോന്നുകയാണ്. ദാഹം തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് എവിടെയും ഒരു വെള്ളം കിട്ടാനുള്ളൊരു ഓപ്ഷനും ഇല്ല. അവസാനം അദ്ദേഹം ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങുകയാണ്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്. എന്നിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് അയാൾ കയറുകയാണ്. മേലെ വന്നപ്പോഴാണ് ഒരു നായ ദാഹിച്ചിട്ട് അല്ലെങ്കിൽ വിശന്നിട്ട് മണ്ണ് നക്കി തിന്നണ കാഴ്ചയാണ് ഇയാൾ കാണുന്നത്. അപ്പൊ ഇയാൾ സത്യത്തില് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ, അതിനെ അവഗണിക്കാം, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ ആ നായക്കിനി ഇപ്പൊ അയാൾ വെള്ളം കൊടുത്തില്ലാന്നുള്ളതുകൊണ്ട് ചിലപ്പോ അയാൾക്ക് കുറ്റൊന്നും കിട്ടില്ല. കാരണം എന്താ, കാരണം അത്രയും റിസ്ക് ആണ്. എന്നിട്ട് അദ്ദേഹം അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും അദ്ദേഹം ഒരു ഹീറോ ആണ് അവിടെയാണ്. അതൊരു സിനിമയിലെ ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്യുന്നതല്ല അല്ലെ. ഒരുപക്ഷെ ആ മരുഭൂമിയില് അയാളെ കാണാൻ തന്നെ ചിലപ്പോൾ ആരും ഉണ്ടാവുന്നില്ല. അതും വാഹിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയണേ. ഇനി ആ അപ്പൊ ആരും കാണാനില്ല. എന്നിട്ട് അദ്ദേഹം ചെയ്യണ പരിപാടി എന്താണ്, അദ്ദേഹം അവിടെ ചെയ്യണ സംഗതി വീണ്ടും ആ പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങി ഷൂല് വെള്ളം നിറക്കുകയാണ്. അന്നത്തെ ഷൂവിന്റെ രൂപമൊക്കെ നമുക്ക് അറിയില്ല അല്ലെ. പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. എന്തായാലും വെള്ളം കൊള്ളിക്കാൻ പറ്റിയ സംഗതി. എന്നിട്ട് വായ കൊണ്ട് കടിച്ചു പിടിക്കാണ്, എന്നിട്ട് പ്രയാസപ്പെട്ട് കയറുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ നായക്ക് കൊടുത്തു. അവിടെ സ്വഹാബിമാർ ചോദിക്കുകയാണ്, ഈ ജന്തുക്കൾക്ക് എന്താ പറയാ ഇങ്ങനെ പുണ്യം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ പച്ചക്കരലുള്ള ഏതൊരു ജീവിക്കും, പച്ചക്കരൽ എന്ന് പറഞ്ഞാൽ സാധാരണ കരലുള്ള നനവുള്ള എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള പച്ച എന്ന് പറഞ്ഞാൽ, അല്ലാതെ പച്ച നിറന്നല്ല, ഏതൊരു ജീവിയോടും പുണ്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടെന്ന് എന്ത് ചെയ്യാണ് വിശ്വാസമ്മ പറയാണ്, പഠിപ്പിക്കുകയാണ്. ഇവിടെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ, ഒരു കുട്ടി പൂച്ചയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷിക്കുഞ്ഞിനെ കാണുമ്പോൾ ചൂടത്തൊക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, അതിന് വെള്ളം നൽകും, ഭക്ഷണം നൽകും. മാത്രമല്ല ഈ നായയോട് എന്തൊക്കെയോ ദേഷ്യമുള്ള മതമാണ് ഇസ്ലാം എന്നാണ് പലപ്പോഴും പല ആൾക്കാരും പറയുന്നത്. ഇപ്പോ ഒരാള് ഒരു ഇമാമ്, എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം റംസാനില് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പൂച്ച അദ്ദേഹത്തിന്റെ മേത്ത് കയറുന്നത്. അദ്ദേഹം വളരെ കൂളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്കരിക്കുന്നുണ്ട്, പൂച്ചയെ ഇങ്ങനെ മാറ്റേണ്ട സൈഡിലേക്ക് നല്ലൊരു കാരുണ്യത്തോട് കൂടി തന്നെ വർത്തിക്കുന്നതൊക്കെ ആയിട്ടുള്ള രൂപത്തില് ഒരാളുകളായി ഒരു ആരാധന പോലും എന്താ പറയാ മുറിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ഇത് കണ്ടപ്പോ ചില യുക്തിവാദികൾക്ക് ഇത് സഹിക്കുന്നില്ല. കാരണം ഇസ്ലാം വളരുന്നതോ ഇസ്ലാമിനെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്യണതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവര് ഒരു യുക്തിവാദി, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചില ആൾക്കാരെ പേര് നമ്മൾ പണ്ട് വർത്തിച്ച് കാര്യമൊന്നുമില്ല, ഓൾക്ക് പോലും കുപ്രസിദ്ധനാരാൻ ആഗ്രഹമുള്ളൂ. അപ്പൊ അയാൾ പറയണത് നായ ആയതുകൊണ്ട്, പൂച്ച ആയതുകൊണ്ട് തിരക്കിടില്ല, നായയാണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ. അപ്പൊ നായയോട് എന്തൊക്കെയോ ഉറപ്പില്ല. പൂച്ച നായ ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ഒരു പുലി വരികയാണ്, അപ്പൊ ഇയാൾ എന്താ കാട്ടുക, പാമ്പ് വരുമ്പോ വേറെ നിലപാടായിരിക്കും. അപ്പൊ കൊതുകിനെ തല്ലണ പോലെയല്ല നമ്മള് പാമ്പിനെ തല്ലല്. കാരണം പാമ്പിനെ ഇങ്ങനെ അടിച്ചാൽ മതിയോ, കൈ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പൊ ഓരോ ജീവിയും വ്യത്യസ്തമാണെന്നുള്ളൊരു സംഗതി. അപ്പൊ ഈ നായ ഇസ്ലാം വെറുക്കുന്നു എന്നുള്ള രൂപത്തിലാണ് അവതരിപ്പിക്കണേ. അങ്ങനല്ലല്ലോ, നായ തൊട്ടത്, നായ പാത്രത്തിൽ തലയിട്ടാൽ അത് വൃത്തിയുമായി ബന്ധപ്പെട്ട് അള്ളാഹു റസൂലിനെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ, അല്ലാതെ നായയെ പറ്റേ വെറുക്കണം എന്നല്ല. കൽബുൽ മുഅല്ലം എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് പരിശീലിപ്പിക്കപ്പെട്ടതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, പഠിപ്പിക്കപ്പെട്ട നായക്ക് പഠിക്കാത്ത നായനേക്കാൾ ഇലിമുള്ള നായക്ക് പ്രത്യേകത ഉണ്ടെങ്കിൽ ഇലിമുള്ള മനുഷ്യന് ഇലിമില്ലാത്ത മനുഷ്യനേക്കാൾ എന്താണ് പ്രത്യേകത ഉണ്ടാകുന്നതൊക്കെ ചോദിക്കണ്ടേ. അപ്പൊ ഈ പരിശീലിപ്പിക്കപ്പെട്ട നായ നമുക്ക് വേണ്ടി വേട്ടയാടിക്കൊടുന്ന അതുപോലെ നമുക്ക് ഭക്ഷിക്കാന്ന അങ്ങനെ സാന്ദർഭികമായിട്ട് എന്ത് ചെയ്താണ് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ നമ്മൾ ഡീപ്പായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് നമുക്ക് തന്നെ ഒരു ആസ്വാദനം കണ്ടെത്താൻ കഴിയും. ഞാൻ വേറെ രസകരമായ ഒരു കഥ പറഞ്ഞത്, ഇതൊക്കെ നബിസ്വല്ലല്ലാഹു പറഞ്ഞ കഥ കേട്ടോ. ഒരാള് വേറെ ആൾക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ സങ്കല്പിക്കാനേ കഴിയില്ല. ഒരു ഭൂമി വിറ്റു, വിറ്റ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്തു, നിധി കിട്ടി.
സ്ഥലം വിറ്റില്ല. ആ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തു, നിധി കിട്ടി. നിധി കിട്ടിയപ്പോ തർക്കായി. തർക്കം എന്ന് പറഞ്ഞ നമ്മൾ വിചാരിക്കരുത് എന്ത് എനിക്ക് വേണം എന്നുള്ള തർക്കല്ല. ഒരാള് പറഞ്ഞത്, അതായത് വിറ്റ ആള് എന്താണ് ഇത് വേങ്ങിയ ആള് തിരിച്ചു ചെല്ലാളാ, നിങ്ങള് എനിക്ക് വിറ്റ വിറ്റ പറമ്പെന്ന് എനിക്ക് കുറച്ച് നിധി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് വിറ്റതുകൊണ്ടാണല്ലോ എനിക്കിത് കിട്ടിയത്. മുമ്പ് നിങ്ങളെ പറമ്പിലുള്ളതല്ലേ. അപ്പൊ അത് പറഞ്ഞു, ഞാൻ എനിക്ക് നിധി ഇട്ടിട്ടില്ലല്ലോ, പറമ്പിൽ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഭയങ്കര തർക്കം. പറമ്പിലുള്ളതും എനിക്ക് വിറ്റതാണെന്നാണ് വിറ്റാള് പറഞ്ഞത്. അപ്പൊ വേങ്ങിയാള് സാധനം നിധി എനിക്ക് എന്റേതല്ല എന്നുള്ള അർത്ഥത്തിൽ വിൽക്കുമ്പോൾ നിധി പറഞ്ഞില്ലല്ലോ, പറമ്പിലെ വിറ്റത്. അങ്ങനെ ഭയങ്കര എന്താ പറയാ അടിയായിന്നറിയില്ല. ആ ഒരു ഗുണപാഠം. അതായത് അവിടെ മറ്റേ ഹക്ക് എന്താ പറയാ സ്വീകരിക്കുന്നതില് കാളി ഒന്ന് പറയണ്ട്, നമുക്കൊരു പരിഹാരത്തിലെത്താം. ഇതൊക്കെ മോനുണ്ടോ നോക്കണ്ടോ, ഉണ്ടെന്ന് പറയണ്ട്. മറ്റൊരാളുടെ മോളുണ്ടോ നോക്കണ്ട്. എങ്കെന്ത് ചെയ്യാ, ഈ മോനെ കൊണ്ട് കെട്ടിക്കുക, അതാ മക്കൾക്ക് വേണ്ടി സമ്പത്ത് എന്ത് ചെയ്യാ. ഇതൊക്കെ വിശ്വാസം വന്ന സ്വഹിയായ ഹദീസ് ഉള്ളതാ. ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണാൻ പറ്റും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി സഹോദരന്മാരും സഹോദരിമാരൊക്കെ എന്ത് ചെയ്യാ അടിക്കുന്ന അവസ്ഥ വരെയുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഒരുപാട് വാല്യൂസ് സമൂഹത്തിന് കിട്ടാണ്ട് ഇത്രയും കഥകളൊക്കെ നമ്മൾ പറയുമ്പോൾ. മറ്റ് PhD കളൊക്കെ നമ്മൾ നിസ്സാരമാക്കുകയല്ല, ഒരുപാട് ഉപകാരമുള്ള PhD കളുണ്ട്. പക്ഷേ തീരെ ഉപകാരമില്ലാത്ത എന്ന് പറഞ്ഞാൽ അടുത്തൊരു PhD എന്ന ആള് അതിന്റെ സ്ട്രക്ചറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എടുത്തു നോക്കുന്നല്ലാതെ ഇത് ചെയ്ത ആൾക്കാർക്ക് ഭാഷാപരമായിട്ട് പുരോഗതി ഉണ്ടാവും, ഡോക്ടറേറ്റ് കിട്ടും, അതിന്റെ ജോലി കിട്ടും, കാര്യങ്ങൾ കിട്ടും, അതൊക്കെ നല്ലതാണ്, ഒന്നും തെറ്റല്ല കേട്ടോ. പക്ഷേ കൂടുതൽ ഹൈർ അല്ലേ, അഫ്ദലായിട്ടുള്ള എന്താണ് ഹദീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. മാത്രമല്ല ഇത് പറയുമ്പോൾ നബിസ്വല്ലല്ലാഹു കീർത്തി എന്ത് ചെയ്യുന്നു, നമ്മുടെ നാവിലൂടെ നമുക്ക് പറയാൻ കഴിയുന്നു. ഒരുപാട് ടൈം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യുന്നു കഴിയുന്നു എന്നുള്ളതൊക്കെ എന്താണ്, അത് വലിയൊരു ഉപകാരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് മറ്റു അവസരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും അല്ല, നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. മറ്റൊരു അവസരത്തിൽ കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.